ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 25-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. മനോഹരമായൊരു വചനമാണ്. യേശു തമ്പുരാൻ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്ന വേദഭാഗം പുസ്തകമടച്ച് തിരികെ ഏൽപ്പിക്കുന്നു. പിന്നെ കാണുകയാണ് അവനെ സ്വീകരിക്കാത്ത ഒരനുഭവം അവനെ നമ്മൾ കാണുകയാണ്. അവനുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ അവിടെ കാണുകയാണ്. അവൻ്റെ അതിപരിചയത്വം, അവൻ ഈ നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ അവനെ. അതുകൊണ്ട് അടുപ്പം കൂടിയപ്പോൾ, ഹൃദയത്തിൽ നിന്ന് അടുപ്പം കൂടിയപ്പോൾ അകലങ്ങൾ ആഴത്തിൽ കൊണ്ടുപോവുകയാണ്. സ്നേഹമുള്ളവർ ദൈവവേദലെ, ഇവിടെ നമ്മൾ കാണുന്നൊരു ചിന്ത എന്താണ്? ഈശോയുമായി വല്ലാതെ അടുത്ത് തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളറിയാതെ അകന്നു പോകുന്നൊരനുഭവം സ്വന്തമായി നിൽക്കും. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, എല്ലാം ഇങ്ങനെ വീണ്ടും 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 ചെയ്ത് എന്നും വിശുദ്ധ ബൈബിൾ വായിക്കുന്നു, അതിപരിചയത്വം, എന്നും പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അങ്ങനെ ചൊല്ലി 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 നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അകലങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് മാറിപ്പോകുന്ന ദൗർഭാഗ്യ ജീവിതം നമുക്ക് സ്വന്തമായിട്ടുണ്ടോ? അടുപ്പമുണ്ടെന്ന് പറയുകയും എന്നാൽ അകലങ്ങളിലേക്ക് പോകുന്നൊരു സ്വാഭാവികമായ പ്രവണത, അത് നമ്മളെ വല്ലാതെ തളർത്തും. സ്നേഹമുള്ള ദൈവവേദലെ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ കാലയളവിൽ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കുടുംബമായും വ്യക്തിപരമായൊക്കെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ അർത്ഥത്തിലും അടുപ്പം സൂക്ഷിക്കാൻ, ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ അടുത്ത് നിന്നാൻ, ഈശോയുടെ അടുത്ത് നിന്ന് ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പ് നമ്മളെ വല്ലാതെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ കുരിശിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മളെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.